നമ്മളിപ്പോൾ നിൽക്കുന്നത് മുല്ലപ്പെരിയാറിൻ്റെ തീരത്തുള്ള ചപ്പാത്ത് ടൗണിലാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ചപ്പാത്ത് ടൗണിലെ സെൻറ്ററിൽ നിന്ന് വലത്തോട്ടൊരു വഴിയുണ്ട്. ആ വഴിക്ക് കയറിയാണ് പോകുന്നത് കേട്ടോ. മാമലയ്ക്ക് പോകുന്ന വഴിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ആ പോകുമ്പോൾ ആ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടുപോകാവേ. ചപ്പാത്തിലെ ഒരു ക്രിസ്ത്യൻ പള്ളിയൊക്കെ അവിടെ കാണാം. പിന്നെ തൊട്ടിപ്പുറത്തായിട്ട് മുസ്ലിം പള്ളിയുണ്ട് കേട്ടോ. വളരെ ഭംഗിയുള്ളൊരു ടൗണാണ്. ചെറിയ ടൗണാണ് ചപ്പാത്ത്. ഈ വീടുകളൊക്കെ കണ്ടോ, ഇതിൻ്റെ വലത്തെ സൈഡിൽ തൊട്ട് താഴെ പെരിയാർ നദിയാണ്. ശരിക്കും വെള്ളം പൊങ്ങിയാൽ വീട്ടിലോട്ടൊക്കെ വെള്ളം കയറാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ഈ വഴിയൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അത് തന്നെ വലിയൊരു കാര്യം. നമ്മൾ മ്ലാമല പോകുന്ന വഴിക്ക് ഇതുണ്ടോ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയുള്ള കാഴ്ച. വെള്ളം നല്ലതായിട്ട് കയറുവാണെങ്കിൽ ഇവിടെ എല്ലാം വെള്ളം കയറി വരും കേട്ടോ. ഈ ഭാഗത്തൊക്കെ ഇതാ ഒരു അമ്പലത്തിലേക്കൊക്കെ പോകുന്ന വഴി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ചപ്പാത്ത് കരിങ്കുളം. അപ്പോൾ കരിങ്കുളം പോകുന്ന വഴിക്ക് അത് കേട്ടോ. ഇതാ അതിലേ അങ്ങനെ കരിങ്കുളം പോകാമോ എന്നൊക്കെ ഇന്നാളെ എന്നോട് ആർക്കും ചോദിച്ചു. ഞാൻ അതിലെ പോയി ഒരു വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചായിരുന്നേ. ഇപ്പം നമ്മൾ ഈ മ്ലാമല റൂട്ടിലോട്ടാണ് പോകുന്നത്. ഇവരുടെ എസ്റ്റേറ്റിനുള്ളിൽ തേയില മാത്രമല്ല തെങ്ങ് കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ചുകൂടെ മേളിലോട്ടൊക്കെ കയറി ചെന്നാൽ ഭംഗിയുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാവേ കേട്ടോ. ഓട്ടോയൊക്കെ അപ്പുറത്തെ ജംഗ്ഷൻ വരെ പോയിട്ട് ഇവിടെ ഒരു സംഭവമാണ്. നമുക്കിവിടെ നിന്നിട്ട് കാണാവേ. ഇത് ഈ ടൈഫോയ്ഡ് എസ്റ്റേറ്റിലുള്ള കെട്ടിടങ്ങളാണ് കേട്ടോ. ഇവിടെ തേയിലപ്പൊടി ഔട്ട്ലെറ്റ് സെൻ്ററൊക്കെ ആയിരുന്നു. ഇപ്പോഴതിൻ്റെ ഒരു പരിപാടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. തോട്ടത്തിൽ ആരും ഇല്ലെന്ന് വിചാരിക്കണ്ട. പശുക്കളൊക്കെ പോകണ്ടേ. ഇതിലേ ഇങ്ങനെ കയറി തോട്ടത്തിലേക്ക് കയറി പോകുന്നൊരു വഴിയാണ് ഇത്. പണ്ടൊക്കെ ഇവിടെയൊക്കെ ഒത്തിരി പാർട്ടി പരിപാടികളൊക്കെ നടന്ന സ്ഥലങ്ങളൊക്കെയാണ്. അതുകൊണ്ട് അതിൻ്റെ ഓർമ്മയ്ക്ക് ആയിട്ടൊക്കെ കൊടിതോരണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് ആ തോട്ടത്തിലെ ലയമൊക്കെ കാണാം കേട്ടോ. പഴയ ലയങ്ങൾ. ഈ ഒരു മേഖല നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അടുപ്പിച്ച് നിൽക്കുന്ന കവുങ്ങുമരങ്ങളും തേയിലത്തോട്ടവും. അവിടെ നിന്നാണ് എനിക്ക് നേരത്തെ പറഞ്ഞു തെറ്റിപ്പോൾ ഈ കരിങ്കുളം ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴി ഇതാ കേട്ടോ. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. കരിങ്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം. എസ്റ്റേറ്റിനുള്ളിലോട്ട് മറ്റുള്ളവരെ ഇവർ കയറ്റി വിടില്ല. അല്ലായിരുന്നെങ്കിൽ ഈ വഴിക്ക് പോയാൽ നമുക്ക് അങ്ങ് ദൂരെ കാണുന്നുണ്ട് അമ്പലത്തിൻ്റെ അതൊക്കെ പോയി നോക്കാമായിരുന്നു. ഭയങ്കര ഒരു ഭംഗിയല്ലേ ഇവിടം ഇങ്ങനെ കാണാനായിട്ട്. ആ മരങ്ങളും ആ കെട്ടറവും ഒക്കെ ആയിട്ടേ. അങ്ങനെ വന്നപ്പോഴാണ് വാർത്ത. ഞാൻ ഫ്രെയിമിൽ വന്നില്ലല്ലോ. ചീപ്പ് എടുത്ത് വെച്ചിട്ടേ അതെവിടെയാണെന്ന് അറിയത്തില്ല. രാവിലെ വീട്ടിൽ നിന്ന് ചീപ്പ് എടുത്തായിരുന്നു. വഴി പോയോന്നും അറിയത്തില്ല. തല ചീകിയില്ല. മുടിയൊക്കെ ഒരുമാതിരി ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വഴി പോയി കുറച്ച് മുന്നോട്ട് പോയിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവരാം കേട്ടോ. ചപ്പാത്തിയിൽ നിന്ന് നമ്മളിങ്ങോട്ട് തുടങ്ങി വന്നതായിരുന്നേ. മഴയുടെ മോടയൊക്കെ വരുന്നുണ്ട്. കുറച്ച് ദൂരം അങ്ങോട്ട് പോകാം. എവിടെ വരെ പോകുന്നെന്ന് നോക്കാം. മഴയുടെ മോട വരുന്നുണ്ട്. പോകുന്ന വഴി മഴ പെയ്യുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇപ്പോഴൊക്കെ മഴ അടിപൊളിയാണ് കാണാനൊക്കെ. പക്ഷേ മഴയൊക്കെ നിരന്തരമായിട്ടൊക്കെ പെയ്യാൻ തുടങ്ങിയാൽ പിന്നെ വലിയൊരു രസവും തോന്നില്ല കേട്ടോ. ഇപ്പം ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ടേ. ആ ജംഗ്ഷനിൽ നിന്ന് ഇവിടുത്തെ കുറേ കാഴ്ചകളോടൊക്കെ കണ്ടിട്ട് പോകാം നമുക്ക്. എന്നാലും ഇപ്പം നല്ലൊരു പച്ചപ്പും വെളിച്ചമൊക്കെ കാണുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുറേ ഭാഗം ടാർ ചെയ്തിട്ടുണ്ട്. ഇനി ആ പേച്ച് വർക്ക് നടത്തി പഴയ ഭാഗം വീണ്ടും ഇതിനെക്കാട്ടി കൂടുതലായിട്ട് പൊളിയും ആദ്യത്തെക്കാട്ടിലും. അതിൽ നല്ലൊരു മൊത്തത്തിൽ ടാർ ചെയ്യുന്നതായിരുന്നു. ഇവിടുന്ന് ഒരു വഴി മുന്നോട്ട് പോകണ്ട. ആ ഓട്ടോ വരുന്നുണ്ടോ അതിൽ എന്നാൽ ഇവിടെ ഒരു വള്ളക്കടവുണ്ടേ. പണ്ട് വള്ളക്കടത്തൊക്കെ ഉണ്ടായിരുന്ന പെരിയാർ നദിക്ക് കുറുവെ വള്ളക്കടത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണേ. അതുപോലെ ഈ പോകുന്നൊരു വഴിക്ക് നമ്മൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അപ്പുറത്ത് ആ കരിന്തിരി പോയി കയറാവേ. കരിന്തിരിയിലേക്ക് പോകുന്ന വഴിയാണ് ഇത്. ഇവിടെ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് 2016-17 അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് കിഴക്കേ ചപ്പാത്ത് വള്ളക്കടവ് റോഡ് കോൺക്രീറ്റ് ചെയ്തതിൻ്റെ കേട്ടോ. 10 ലക്ഷം രൂപയുടെ പരിപാടി ഉണ്ടായിരുന്നു. ഈ വഴിക്കാണ് ആ വള്ളക്കടവിലോട്ട് പോകുന്നത്. പഴയ കാലത്തെ ലയമൊക്കെ ഇരിക്കുന്നുണ്ടോ.
അവിടെ ഒരു വീടും കൂടെ ഇരിക്കുന്നതാണ്. അതിൻ്റെ ഒരു കാഴ്ച നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടോട്ട് പോയാലേ കാണാൻ പറ്റുള്ളേ. ഇവിടെ കണ്ടോ തേയിലയുടെ കൊളുന്ത് കൊണ്ടുവന്നിട്ട് തൂക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ത്രാശായത് കേട്ടോ. ഇവിടെ കൊണ്ടുവന്ന് ഇതിങ്ങനെ കെട്ട് വെച്ചിരിക്കുന്നുണ്ട്. ആ കെട്ടെല്ലാം അവർ ഉച്ച കഴിയുമ്പോൾ കൊണ്ടുവന്ന് ഇങ്ങനെ ഇവിടുന്ന് തൂക്കിയെടുക്കുവേ. തൂക്കുന്ന ത്രാശുണ്ടോ, ഇത് എല്ലായിടത്തും ഉള്ളതാണ്, എങ്കിലും ഞാനൊന്ന് കാണിച്ചെന്ന് മാത്രം. ഒരു കാലത്ത് ഈ തേയിലത്തോട്ടങ്ങളൊക്കെ ഭയങ്കര പ്രതാപമായിരുന്നു കേട്ടോ, ഒരുപാട് തൊഴിലാളികളൊക്കെ ആയിട്ട്. ഇന്നിപ്പം ഇതിൽ തൊഴിലാളികളൊക്കെ ഒത്തിരി കുറവാണ്, കുറേയൊക്കെ ഭായിമാരൊക്കെ. ആ ഒരു വീടൊക്കെ കണ്ടോ, അതിനൊക്കെ എത്ര കൊല്ലത്തെ പഴക്കം കാണുമല്ലേ. നമ്മളിന്ന് കാണുമ്പോൾ കാണാൻ നല്ല രസമാണ്. ആ ലയത്തിലൊക്കെ കുറേ കുടുംബങ്ങളിങ്ങനെ താമസിക്കുന്നുണ്ട്. നല്ല മനോഹരമായ തേയിലച്ചെടി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കൊളുന്ത് അവർ അപ്പുറത്ത് എടുത്തുകൊണ്ടിരിക്കുവാണേ. പക്ഷേ ഇത് എടുത്തിട്ടിപ്പം കുറച്ച് ആയെന്ന് തോന്നുന്നു, അടുത്ത് എടുക്കാറായില്ലെന്ന് തോന്നുന്നു. ആയോ ആയോ നോക്കി. ആ ഇത് നല്ല പച്ച കൊളുന്തുണ്ടോ. ഈ തളിരാണേ ഇവർ പറിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങനെ ഉണങ്ങുന്നേ. എന്താണെന്ന് നോക്കിയത്, ഇതാദ്യം വെള്ളം ഒഴിച്ച് റെഡിയാക്കി എടുക്കും, എന്നിട്ട് പിന്നെ ആവിക്കിടും, അത് കഴിഞ്ഞ് പിന്നെ ഉണങ്ങാനിടും. അങ്ങനെ അതിൻ്റെ പരിപാടി. ഈ ചുവന്നൊരു വേലിച്ചപ്പുണ്ട്, ഇത് കാണാൻ നല്ല രസമുണ്ടല്ലേ. അവിടെ ഒരു കൊളുന്തെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, കണ്ടോ. ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ, കുറേ വർഷം പഴക്കമുള്ളൊരു വീടാണ് ഇതും. പൂട്ടിയിട്ടൊരു കുറേ നാളായെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ആരും താമസക്കാരൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇതൊക്കെ എത്ര വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞാലും ഇതിനുണ്ടല്ലോ ഒരു ആവറേജ് ഉറപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഓടൊക്കെ കണ്ടോ, അന്നാ വെച്ചതാ, അതുപോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നു. ഇതിൻ്റെ മുകളിലൊരു തേയില ഫാക്ടറി ഉണ്ടേ, ഇപ്പോൾ പ്രവർത്തനം ഉണ്ടോയെന്ന് അറിയത്തില്ല. പക്ഷെ അങ്ങോട്ട് കയറി പോകുന്നൊരു വഴിയായത്. രത്തൻ പ്ലാന്റേഷൻ ലിമിറ്റഡ് എസ്റ്റേറ്റ് ഓഫീസാണ് കേട്ടോ. അപ്പോൾ ഫാക്ടറി അല്ല, ഓഫീസിലേക്കുള്ള വഴിയായത്. രത്തൻ പ്ലാന്റേഷൻ. ആർക്കെങ്കിലുമൊക്കെ ഇതിനെപ്പറ്റി സ്റ്റോറികളൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കോ കേട്ടോ. ഓഫീസ് കെട്ടറൊക്കെ മുകളിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കുറച്ചങ്ങോട്ട് റോഡ് കുഴപ്പമില്ലേ. ഈ മുകളിലൊക്കെ റംബൂട്ടാനാണ് കേട്ടോ. ഈ തേയിലത്തോട്ടത്തിൽ കൊടുത്ത റംബൂട്ടാൻ നിൽക്കുന്നുണ്ട്, കായൊക്കെ ആയി വരുന്നുള്ളേ. ഇടുക്കിയിലെ റംബൂട്ടാൻ മെല്ലെ ആവുള്ളൂ. ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ നാട്ടിൻപുറം പോയപ്പോൾ അത് നല്ല രീതിയിൽ കണ്ടായിരുന്നു കേട്ടോ. അവിടെ കായൊക്കെ ആയി, ഞാൻ കുറച്ച് മേടിക്കുകയും ചെയ്തായിരുന്നല്ലോ. അത് വലിയ കുഴപ്പമില്ലാത്ത കായായിരുന്നു കേട്ടോ. തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന ഈ റോഡിനൊരു പ്രത്യേക ഭംഗിയാണെന്ന് പറഞ്ഞ പോലെയാണ്. ഇനി അങ്ങോട്ട് കുറേ കോൺക്രീറ്റ് ഓഫ് റോഡൊക്കെയാണെന്ന് തോന്നുന്നല്ലോ. നമ്മൾ പോകുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്പുറത്തോടെ റോഡും കൂടെ വരുന്നുണ്ട് കേട്ടോ. ആ കരിന്തിരി സ്കൂളിൻ്റെ അവിടുന്ന് കയറി വരുന്ന വഴിയാണ് അത്. മഴ മിക്കവാറും നമുക്ക് എവിടുന്നെങ്കിലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ റോഡുകൾ വളരെ മോശം, കുറച്ചൊക്കെ കൊള്ളാം കേട്ടോ. ഓ ഇവിടെ വാട്ടിക്കടയുണ്ടോ. ഇവിടെയൊക്കെ ഉള്ളത് നല്ല കൃഷിയിടങ്ങളൊക്കെയാണ് കേട്ടോ. കണ്ടോ, തെങ്ങ്, കാപ്പി, കൊടി, ജാതി, ഏലം, അങ്ങനെ എല്ലാ തരത്തിലുള്ള കൃഷികളും ഉണ്ട്. കൊക്കോയൊക്കെ ഉണ്ട്. ചില ഭാഗത്ത് റോഡ് കംപ്ലീറ്റ് പോയി. ഇതുകൊണ്ടോ ഇവിടെ റോഡ് നല്ലോണം പോയി. ബസ് സർവീസ് കുറവായതുകൊണ്ട് ഓട്ടോയ്ക്കൊക്കെ ഓട്ടം കൂടുതലാണേ. ഇവിടെയൊക്കെ ഒരു 3 ചാലം കണ്ടേ ബസ് സർവീസ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അത് കാരണം ഓട്ടോറിക്ഷ അതുപോലുള്ള ചെറുവാഹനങ്ങൾക്കൊക്കെ ഒരു ഓട്ടം ഉണ്ട്. ഒരു പഴയ കടയിരിക്കുന്നു. ഈ വഴിക്ക് അടുത്തോട്ട് പോകണം, നമുക്ക് ആ കരിങ്കുളം ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ. കരിങ്കുളമല്ല, അപ്പുറത്ത് എന്നായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേര്, അതിൻ്റെ പേര് ഞാൻ മറന്നു. അറിയാവുന്നവരത് പറയണേ, ഞാൻ ഇടയ്ക്ക് ഓർക്കുവാണെങ്കിൽ പറയാം. പൂക്കുളത്തൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് പോകുന്ന വഴി ചെയ്തു അവിടുന്ന്. അതിൻ്റെ ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടേ. ഇവിടെയൊക്കെ ഒന്ന് ടാർ ചെയ്യേണ്ട ആവശ്യമായിരുന്നു. ഇവിടെയൊക്കെ വഴി സൈഡിലൊക്കെ ഒരുപാട് നല്ല ചെറുകിട വീടുകളൊക്കെ ഉണ്ട്, ചെറിയ കടകൾ. ആ കടയൊക്കെ പുതിയതായിട്ട് വന്നത്, നേരത്തെ വന്നപ്പോൾ അതൊന്നും ഇല്ലായിരുന്നു. ആ തിണ്ടിൻ്റെ മുകളിലൊരു വീട് ഇരിക്കുന്നുണ്ട്, എത്ര ചേർന്നാന്ന് നോക്കി. ഇടയ്ക്കിടയ്ക്ക് ഈ പൊളിച്ചില്ലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ.
അത് നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്ന് കയറണം. അതാണ് ലെഫ്റ്റും റൈറ്റും മാറി മാറി പിടിക്കണം. മഴയുടെ മോടെ ചിലപ്പോൾ വിചാരിച്ചത് നല്ലതായിട്ട് പെയ്യാൻ വരുവാന്നേ, പിന്നെ അങ്ങോട്ട് തെളിയും. ഇപ്പോൾ ഒരു പച്ചപ്പായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. ഇത് പോകുന്ന വഴിക്കൊരു കുരിശുപള്ളി ഇതുണ്ടേ. നമ്മൾ നാട്ടുമ്പുറം പോയാൽ കൂടുതൽ ഇങ്ങനെ വളവുള്ള റോഡുകൾ കിട്ടൂലേ. ഇട റോഡ് കിട്ടിയാലും മുള്ളു നീളത്തിലായിരിക്കും, ചെറിയ ചെറിയ വളവുകളൊക്കെ കാണുള്ളൂ. അതിനൊക്കെ ഇതുപോലെ മലനാട്ടിലോട്ട് വന്നാലേ കിട്ടുള്ളൂ. ഇതുകൊണ്ട് ഇവിടെ കുറേ നേരെയുള്ള റോഡ് കാണാം കേട്ടോ. അവിടെ ഒരു വലിയ ഗട്ടറുണ്ടേ. ഈ കല്ലൊക്കെ പണ്ടത്തെ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലും ഒക്കെ താഴെ പോകുന്ന കല്ലുകളാണ്. ഇവിടെ താഴെ ഒരു റിസോർട്ട് കാണാം കേട്ടോ, ആ പുഴയുടെ തീരത്ത്. കണ്ടോ, അതിപ്പോഴും ആക്റ്റീവാണോ? എത്ര നില? 1 2 3 4 നില. ആ പിന്നെ ഇതിട്ട അടക്കം, ഷീറ്റ് ഇട്ട അടക്കം 5 നിലയായില്ലേ. ഇവിടെ നോക്കിയേ, ഈ അടിവശം മാന്തി കല്ലെടുത്ത് കിഴക്കുവാണേ. അടുത്ത മഴയത്ത് എല്ലാം കൂടി ഇടിഞ്ഞു കെട്ടി റോഡിലോട്ട് വരുമോ പറയാൻ പറ്റില്ലല്ലേ. നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു വാഹനമൊക്കെ പോകുമ്പോൾ അതിന് പുറകെ പോവാണ് നല്ല രസമായിരിക്കും അല്ലേ. ഇപ്പോൾ ഇവിടെ ഒരു കുരിശുപള്ളിയൊക്കെ വരുന്നുണ്ടേ. നല്ല ഭംഗിയുള്ളൊരു കുരിശുപള്ളി. ഇനി കുറച്ച് മുന്നേ വഴി തിരിയും കേട്ടോ, ആമലയ്ക്കും കുമളിക്കുമായിട്ട്. ഇവിടെ 2-3 പിള്ളേരൊക്കെ ഇരിപ്പുണ്ട്. ഒരു വെട്ടിക്കടയുണ്ട്. ജൂൺ 1-ാം തീയതി സ്കൂൾ തുറന്നിട്ട് പിള്ളേർക്ക് ഉച്ചവരെയുള്ള ക്ലാസ്സൊക്കെ ഉള്ളായിരുന്നു. ഇവിടെ നിന്ന് ഇടത്തോട്ടുള്ള വഴിക്ക് പോയാൽ കുമളിക്ക് പോകാം കേട്ടോ. വലത്തോട്ട് വണ്ടിപ്പെരിയാർ, മ്ലാമല. ശാന്തിപ്പാലത്തിന് മുകളിൽ കൂടെ നമ്മൾ പോകുന്നത് കേട്ടോ. അക്കരെ കൊണ്ട് നിർത്തിയിട്ട് നമുക്ക് ഈ പുഴയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാവേ. ഈ പാലം പണിതിട്ട് ഇപ്പോൾ 2-3 കൊല്ലം ആയുള്ളൂ കേട്ടോ. ഇവിടെ കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഏലപ്പാറ, ഹെലിബറിയൊക്കെ വലത്തോട്ടുള്ള റോഡ്, വണ്ടിപ്പെരിയാർ, മ്ലാമലയൊക്കെ ഇടത്തോട്ടുള്ള റോഡ് കേട്ടോ. ശാന്തിപ്പാലം കണ്ടോ, ആ അപ്പുറം ഒരു മല ഇരിക്കുന്നുണ്ടോ. ആ മലയുടെ താഴ്വാരത്തിൽ ഈ പാലം കാണാൻ നല്ല ഭംഗിയില്ലേ. ഈ പാലത്തിലെ 2019, 18, 20 ഇവിടെ ഉണ്ടായിരുന്ന പഴയ പാലത്തെ കൂടെ മുകളിൽ കൂടെ വെള്ളം കയറിപ്പോയിട്ട് പാലം എല്ലാം പോയായിരുന്നു കേട്ടോ. ഇതിലേക്ക് ഒത്തിരി താന്നായിരുന്നേ പാലം ഉണ്ടായിരുന്നേ. പെരിയാറ്റിൽ അത്ര വെള്ളമൊന്നുമില്ല, അതുകൊണ്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇത് ഈ കാണുന്ന പ്രദേശം എല്ലാം വെള്ളം ശരിക്ക് കയറി ഇറങ്ങി വരുന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം പോലെ അങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരുവിധം വെള്ളം വരുള്ളൂ. തമിഴ്നാട് ഇങ്ങോട്ട് ഓവർഫ്ലോ തുറന്നു വിടുന്ന വെള്ളം വരെ അവർ അങ്ങോട്ട് എടുക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങോട്ടുള്ള വെള്ളം തികയുന്നില്ല എന്ന് പറയുന്നു. അപ്പം ഇടുക്കിയിലേക്ക് ഓവർഫ്ലോ ആയിട്ട് തള്ളി വരുന്ന വെള്ളത്തിനെ അവരെടുത്ത് കൃഷിക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാനുള്ള പരിപാടി. എങ്ങനെയോ ആ വെള്ളം കൂടെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവർ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ പുഴയിലൊന്നും പരമാവധി ഒരുപാട് വെള്ളമൊന്നും കയറി വരില്ല മഴക്കാലത്താണെങ്കിലും. ഇവിടെയൊക്കെ ചിലപ്പോൾ ഒന്ന് നകന്നൊക്കെ വരുമായിരിക്കും, അത്രേ ഉള്ളൂ. എന്നാലും ഈ കാണുന്ന പൊന്താട മുകളിൽ കൂടെ ഒന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ അന്ന് കാലഘട്ടത്തിൽ അവർ ആ ഡാമൊക്കെ തുറന്ന് വിട്ട സമയത്താണ് ഭയങ്കരമായിട്ട് വെള്ളം ഇങ്ങോട്ട് വന്നത്. നമ്മൾ അപ്പുറം കണ്ട പിള്ളേർ പാലത്തെ കൂടെ കയറി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെയൊക്കെ കുറേ വെള്ളമുണ്ട് കേട്ടോ. അവിടെ കണ്ടോ കുറേ വെള്ളം കെട്ടിയിരിക്കുന്നത്. മഴ വരുന്നതോടുകൂടി ഏലച്ചെടികളൊക്കെ തെളിച്ച് നിർത്തിയേക്കുന്നുണ്ടോ. നമ്മുടെ വീട്ടിലും ഉണ്ട് കുറേ ഏല ഇതുപോലെ കിടക്കും. അതെല്ലാം ഒന്ന് തെളിച്ചെടുക്കണം. തെളിച്ചെടുത്താലേ പിന്നെ അതിൻ്റെ ചുവട്ടി മരുന്നൊക്കെ ചെയ്യാനും പണി ചെയ്യാനൊക്കെ പറ്റുള്ളേ. ഉണ്ടോ, ഇപ്പം തെളിച്ച് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കും അവർ. അങ്ങനെ ഒരു ലോറി പോകുന്ന കാഴ്ച കിട്ടി. ഇനി നമുക്ക് അക്കരയ്ക്ക് പോകാവേ, വണ്ടി ഇരിക്കുന്നിടത്തോട്ടെ. അല്ലെങ്കിൽ പിന്നെ സമയം പൊക്കോണ്ടിരിക്കുക. മ്ലാമലയ്ക്കുള്ള ദൂരം ഇനിയൊരു 2-2.5 കിലോമീറ്ററാണ്. സ്കൂൾ ബസ്സുകളൊക്കെ ഇവിടെ വന്ന് കിടപ്പുണ്ട്. എല്ലാം പെയിൻ്റ് അടിച്ചെല്ലാം. ഇത് പഴയ KL 37D വണ്ടിയാണ്. പെയിൻ്റ് അടിച്ചെല്ലാം പുതുക്കിയിട്ടിരിക്കുക. ഇവിടെ മറ്റൊരു വണ്ടി കൂടെ കിടപ്പുണ്ട്. ഇവിടെ വർക്ക്ഷോപ്പാണ് തോന്നുന്നു. നല്ല പച്ചപ്പുള്ള കാഴ്ചകളാണ് മുന്നോട്ട്. ഇവിടെ 1-2 കടകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു കട, അത് കപ്പയും കറികളെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കള്ള് ഷാപ്പ് ഒക്കെയാണ്.
അറിയില്ല, കപ്പയും കറിയുന്നേ ഞാൻ കണ്ടോളൂ. ഇവിടെ നമ്മുടെ ഇടതുവശത്താണ് കേട്ടോ പെരിയാർ നദിയുള്ളത്. നേരത്തെ അപ്പുറത്തോടെ നമുക്ക് വലതു സൈഡായിരുന്നു. കുറച്ചപ്പുറത്തെ ഒരു മഠവും സ്കൂളും ഒക്കെ ആയിട്ടാണ് ഈ ഒരു വലതു സൈഡ് നമ്മൾ കാണുന്നുണ്ടോ. ഈ നല്ല കാപ്പിത്തോട്ടങ്ങളൊക്കെ കണ്ടോ. കാപ്പിയുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ ഏലമുണ്ട്. അങ്ങനെ കുറേയധികം കൃഷിയിടങ്ങളൊക്കെ കാണാം. എന്തായാലും നല്ല പച്ചപ്പുണ്ടല്ലേ. ഇനി കുറച്ച് മുന്നേ എന്ന പള്ളിക്കവലയാണ്, മുകളിലോട്ട് പള്ളിക്കലേക്ക്. ഇവിടുന്ന് വഴി രണ്ടായിട്ട് തിരിയും കേട്ടോ. വലത്തോട്ട് മുകളിലോട്ട് പോയാൽ നമുക്ക് പള്ളിക്കലേക്കല്ല, ഇടത്തോട്ട് പോയാൽ പ്ലാമല സിറ്റിയിലോട്ട് പോകാം കേട്ടോ. ഈ റോഡ് പണ്ടും പൊളിഞ്ഞ് കിടക്കുക, ഇപ്പോഴും പൊളിഞ്ഞ് കിടക്കുക കേട്ടോ. അവിടുന്ന് ഒരു ബസ് വരുന്നുണ്ടേ, മുബാറക്കിൻ്റെ. ഇതത്ര ചെറിയ വണ്ടിയല്ല, ഒരുവിധം വലിയ വണ്ടിയാണ് കേട്ടോ. ആ കല്ലിനകത്തോടെ അതിൻ്റെ ഉരുണ്ടുരുണ്ടുള്ള വരവ് നോക്കി. വണ്ടിപ്പെരിയാറിന് പോവാം. മ്ലാമല ഫാത്തിമ മാതാ ചർച്ച്. ഇവിടെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇതിന് മുകളിലായിട്ട് സ്കൂളും ഉണ്ട് കേട്ടോ. ഈ പള്ളിക്ക് നമ്മൾ ഇൻവെർട്ടർ വെച്ചിട്ടെ പള്ളിമുറിയിലെ. ഏതായാലും ഇവിടം വരെ വന്നല്ലേ, അതൊന്ന് പോയി നോക്കിയിട്ട് വരാം. പള്ളി നട കയറി പോകല്ലേ മുകളിലോട്ട്. ഒരുപാട് വർഷം പഴക്കമുള്ള പള്ളി ഇതൊക്കെ കേട്ടോ. പണ്ടത്തെ ഹൈറേഞ്ചിലെ കുടിയേറ്റക്കാലത്തൊക്കെ ഉള്ള ദേവാലയങ്ങളാണ്. പള്ളി കാണാൻ നല്ല ഭംഗിയില്ലെന്ന് നോക്കി. പള്ളിമുറിയുടെ അവിടെ കാറ് കിടപ്പുണ്ട്, അച്ഛനവിടെ ഉണ്ടെന്ന് തോന്നുന്നു. സ്കൂളുണ്ടോ, ഫാത്തിമ ഹൈസ്കൂൾ പ്ലാമല. പള്ളിമുറിയിൽ പോയി നോക്കാം. ഒരു പ്ലാവിൽ ചക്ക കിടക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ വന്ന് അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ്റെ ഫോൺ നമ്പർ വിളിച്ചപ്പോൾ അച്ഛനെ എന്നാൽ സ്കൂളിൽ എന്തോ മീറ്റിങ്ങിന് പോയിരിക്കുകയെന്ന് പറഞ്ഞേ. എന്നപ്പോൾ പിന്നെ അച്ഛനെ ഇപ്പോൾ കാണാൻ പറ്റുകയില്ല. പിന്നെ ഇൻവെർട്ടറൊന്നും കുഴപ്പമില്ല, അതുകൊണ്ട് സാരമില്ല. സ്കൂളിന് താഴെയുള്ള മ്ലാമല പഴയ സിറ്റി കേട്ടോ, മ്ലാമലയിലെ. അപ്പോൾ ഇവിടുത്തെ റോഡ് അങ്ങ് തേങ്ങാക്കല്ലിന് പോകുന്ന വഴി ചെയ്തു കേട്ടോ. വഴി മൊത്തം പോയി കിടക്കുവാണേ. എന്തൊരവസ്ഥയാണെന്നറിയോ. എത്ര കാലമായിന്നറിയോ റോഡ് ഇങ്ങനെ കിടക്കുന്നത്. കുറേ സോളിങ്ങൊക്കെ അടിച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ബാക്കി പണിയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ മ്ലാമല എത്തി കേട്ടോ. മ്ലാമല സിറ്റിയുടെ സ്റ്റാർട്ടിങ് ഇത്. മുകളിൽ പള്ളി സിറ്റിയൊക്കെ ആയിരുന്നേ. നമുക്ക് മ്ലാമല നടന്ന് കാണാം കുറച്ച് ഭാഗമൊക്കെ, മുകളിലോട്ടൊക്കെ. മുകളിലൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം കുറേ പൊളിച്ചു പണിയാന്ന് തോന്നുന്നു. അങ്ങോട്ടൊക്കെ വീടുകളിലോട്ട് പോകുന്ന വഴി ഇവിടെ മേളിലൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട് അവിടെ. ഈ അമ്പലത്തിലെ ഉത്സവമൊക്കെ ഭയങ്കര സെറ്റപ്പായിട്ടോ കേട്ടോ. ഗാനമേള പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ. ഇവിടെ കണ്ടോ ഉത്സവത്തിൻ്റെ ഓരോ പരിപാടിയൊക്കെ നടക്കുന്ന ഈ ഗ്രൗണ്ടിൽ. അങ്ങോട്ടൊക്കെ കുറേ വീടുകളൊക്കെ, താഴ്വാരത്തിലും കുറേ വീടുകളുണ്ട്. ഇവിടെ വലിയ പ്ലാവുണ്ടേ, നിറച്ച് ചക്കയുണ്ട് നോക്കി. അമ്പലത്തിൻ്റെ ഫ്രണ്ട് വരെ പോയിട്ട് വരാം. ക്രിക്കറ്റ് കളി കണ്ടോ. അടിക്ക, നീ അടി. എനിക്കിട്ട് അടിക്കല്ലോ കേട്ടോ. പിള്ളേരെ ക്രിക്കറ്റ് കളി കാണണം. എറി അടി, 6. ആ പോയി. ഏറെ ശരിയില്ല. ആ കൊട്ടക്ക് അങ്ങനെ കേട്ടോ. പിള്ളേരെ ക്രിക്കറ്റ് കളി. ആ ഓടിയെടുത്ത് 4 അടിച്ചോ. 2, 3 പ്രാവശ്യമൊക്കെ ഓടിയല്ലോ. നമുക്ക് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശത്തെ കാഴ്ച ഒന്ന് കാണാം. ഇവിടെ കറുപ്പസ്വാമി. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ അമ്പലം കാണാൻ അല്ലേ. നിങ്ങളുടെ പേരെന്നാടാ? പേര് പറ. എല്ലാവരും പറ. നീ പറയടാ. ആകാശ്. നീ എത്രയാണ് പഠിക്കുന്നത്? ഇന്ന് ക്ലാസ്സില്ലായിരുന്നോ? ഇന്ന് തുടങ്ങിയില്ലേ? 1-ാം തീയതി അല്ലേ? പോയില്ല? തമിഴ്നാടാണോ? പോയില്ല, അങ്ങോട്ട് പോയില്ലേ? ആണോ? നിങ്ങളൊക്കെ പേരെന്നാ?
പേര് പറ, ചുമ്മാ കിടക്കട്ടെ. പേര് പറ. വിജേഷ്. നീ ഇവിടെ അവൻ ഓടി. ശരി, കാണാം. ബോൾ വെച്ച് എനിക്കിട്ട് കയറാം കേട്ടോ. അപ്പോൾ അവൻ എനിക്കിട്ട് എറിഞ്ഞ് 4 എടുത്തു. പിള്ളേരെ കളിയൊക്കെ നല്ല രസമുള്ളൊരു സ്ഥലം കേട്ടോ അത്. ഒരു ബസ്സും കൂടെ അതാ പോകുന്നു. പഴയ കെട്ടിടങ്ങളൊക്കെ പുതുക്കി പണിയുക. ഈ ബസ് എങ്ങോട്ടാണ്? തേങ്ങാക്കല്ലിന് പോകുന്ന ബസ്, മുബാറക്കിൻ്റെ അടുത്ത ബസ്. താഴോട്ട് കുറച്ചും കൂടെ ഉണ്ട് സിറ്റി കേട്ടോ. അങ്ങോട്ടൊക്കെ നോക്കി, നല്ല ഭംഗിയുള്ള സ്ഥലം. ഇവിടെ മുതൽ അങ്ങോട്ടേക്ക് നല്ല റോഡാണ് കേട്ടോ, വണ്ടിപ്പെരിയാർ വരെ. ഈ ഒരു ഭാഗം കാണാൻ എന്തൊരു ഭംഗിയാന്ന് നോക്കി. ഇവിടുന്ന് കുറച്ച് താഴെ ചെന്ന് കഴിഞ്ഞാൽ മുങ്കലാർ ഭാഗത്തേക്കൊക്കെ കയറി പോകുന്ന വഴിയുണ്ട് കേട്ടോ. മുങ്കലാർ, ചെങ്കര ആ റൂട്ടിലോട്ടൊക്കെ പോകാം. ഗ്ലെൻമേരിക്ക് ഈ വഴി പോയാൽ 12 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുവഴി പോകുമ്പം ഈ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അങ്ങ് മുന്നിൽ ചെല്ലുമ്പോളേ. അത് കുറേ മുന്നോട്ട് ഇട്ട് ഇടത്തോട്ട് തിരിഞ്ഞു പോകും വെള്ളച്ചാട്ടം. പണ്ടൊക്കെ നമ്മൾ അതിലേ പോയിട്ടില്ല, പക്ഷേ ഗ്ലെൻമേരിക്ക് ഈ വഴിക്ക് പോയിട്ടില്ല. ആ വഴി അങ്ങ് വരെയും ഫുൾ ടാറിംഗ് ഒന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇടയ്ക്ക് കുറച്ച് ഓഫ് റോഡ് പോലത്തെ റോഡൊക്കെ ഉണ്ട്. ഇതാണ് ചെങ്കരയ്ക്ക് പോകുന്ന വഴി. ഇതിലേ പോവാം, ചെങ്കര. ഈ വഴിക്ക് ഇതിപ്പോൾ പുതിയ പാലം പണിതേക്കുന്നതാണേ. ഈ പാലത്തിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് പുഴയിലോട്ട് നോക്കുമ്പോൾ പഴയ പാലം കാണാം. പഴയ ഒരു ഇരുമ്പ് പാലം കേട്ടോ. നമുക്ക് അവിടെ നിന്ന് പോവാം. അപ്പോൾ ആ താഴെ കാണുന്നുണ്ടോ? അത് 18, 19, 20 വെള്ളപ്പൊക്കം വന്നപ്പം ആ പാലം കംപ്ലീറ്റ് പോയേ. അത് പോയതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഒരു പാലം പണിതേക്കുന്നത്. ഇവിടെ ചെറിയ അമ്പലമൊക്കെ ഉണ്ട്. നമുക്കിവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോയിട്ട് വരാം കേട്ടോ. ഇതുകൊണ്ടോ മറ്റേ ആ നീലവാകയായി നിൽക്കുന്നത്. അതിൻ്റെ പൂവിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവിടെ കുറേ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ മുറിച്ച് കൂട്ടിയിട്ടുണ്ട്. കട്ടിങ്സ് കയറ്റിപ്പോകാനായിട്ട് ലോറി വന്നില്ല എന്ന് തോന്നുന്നു. അതുപോലെ അവിടെ ഒരു പഴയ വെയിറ്റിംഗ് ഷെഡൊക്കെ കാണാം. ആദ്യം ബസ്സൊക്കെ ഓടിക്കൊണ്ടിരുന്ന ഈ വഴിക്കായിരുന്നേ. അതുകൊണ്ടാണ് ആ മുന്നിൽ ആ വെയിറ്റിംഗ് ഷെഡ് അവിടെ ഉള്ളത്. അതിൻ്റെ അപ്പുറത്തെ എസ്റ്റേറ്റിൽ നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങി വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നേ. ഈ വെയിറ്റിംഗ് ഷെഡിൻ്റെ അവിടെ നിന്ന് ഒരു ചെറിയ അമ്പലമൊക്കെ ഉണ്ട്. അമ്പലം കടന്ന് അങ്ങോട്ട് എസ്റ്റേറ്റിൻ്റെ ഉള്ളിലോട്ട് കയറി പോകുന്ന വഴിയാണ്. മുകളിലൊക്കെ അന്നൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ താമസിച്ചുകൊണ്ടിരുന്നൊരു മേഖലയായിരുന്നേ. കാണാവോ എന്നല്ലേ, ഞാനറിയാതെ എന്തോ അങ്ങ് പറഞ്ഞു പോവാം. നല്ല മനോഹരമായൊരു പഴയ വെയിറ്റിംഗ് ഷെഡ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കി. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം വൃത്തിയുണ്ട് കേട്ടോ. ചില വെയിറ്റിംഗ് ഷെഡിൽ കയറിയാലേ നമുക്ക് അങ്ങോട്ട് നോക്കാൻ പോലും തോന്നുമല്ലേ, അത്രയ്ക്ക് മോശമായിരിക്കും. ഇതാണ് ആ എസ്റ്റേറ്റിലോട്ട് കയറി പോകണ വഴി കേട്ടോ. പഴയ കാലത്തെ ഇങ്ങനെ ഗേറ്റ് അടച്ച് കഴിയുമ്പോൾ കവച്ച് കയറി പോകുന്നൊരു കമ്പി ഇട്ട ഇതൊക്കെ കണ്ടോ. അതുപോലെ ഇവിടെ ഒരു ചെറിയ അമ്പലമൊക്കെ ഉണ്ടേ ഗേറ്റിൻ്റെ അവിടെ തന്നെ. അത് കടന്ന് ഇതാ ഇതിലേ ഇങ്ങനെ അങ്ങ് കയറി പോവാം. പക്ഷെ ഇപ്പം നമ്മൾ ആ വഴിക്ക് പോകുന്നില്ല. ഇവിടെ ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളേ. നമ്മൾ മെയിനായിട്ട് നോക്കി വന്ന ഈ ഇരുമ്പ് പാലമായിരുന്നു കേട്ടോ. ഈ ഇരുമ്പ് പാലം ഉണ്ടല്ലോ, ഇത് മിലിറ്ററിക്കാർ നിർമ്മിച്ചതാണ്. ഇവിടുത്തെ പാലം പോയപ്പോൾ പെട്ടെന്ന് ഈ ആൾക്കാർക്ക് അക്കരെ ഇക്കരെ കടക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് മിലിറ്ററിക്കാർ വന്ന് നിർമ്മിച്ചൊരു പാലമാണ് ഇത്. ഇങ്ങനെ എന്നാ ബെയിലിപ്പാലം അങ്ങനെ എന്തോ പറയില്ലേ. പക്ഷേ ഇതൊക്കെ ഒരു സൈഡിലോട്ട് ഇപ്പോൾ ചളുങ്ങി കേട്ടോ. മുബാറക്ക് ബസ് പോകുന്നുണ്ടോ? പാലത്തിൻ്റെ ഇവിടെയൊക്കെ വിടവാണ്. ഇത് പഴയ ഫില്ലറയിലാണിത് ഇങ്ങനെ ഘടിപ്പിച്ച് വെച്ചേക്കും. ഇപ്പോഴും ഇതിൻ്റെ മുകളിൽ കൂടെ ഓട്ടോറിക്ഷയൊക്കെ ഓടുന്നുണ്ട്. ഞാൻ നേരത്തെ ഒരു ഓട്ടോയിൽ കടന്നു പോകുന്ന കണ്ടായിരുന്നേ. പട്ടാളക്കാരുടെ പരിപാടി ഭയങ്കര കേട്ടോ. നിഷ്പ്രയാസം പെട്ടെന്ന് നിർമ്മിക്കും. നല്ല ഭംഗിയില്ലേ ഈ പാലം കാണാൻ. ഇതിലെയൊക്കെ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലോട്ട് കയറി പോകുന്ന വഴിയാണ് കേട്ടോ. ഇപ്പോഴധികം സഞ്ചാരമില്ല, ചെറിയൊരു ഒറ്റയടിപ്പാത പോലെ ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ. എന്നാലും ഈ പാലം അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇതിലെന്തായാലും ഒരു വാഹനം കടന്നു പോകുമായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ കാഴ്ചയ്ക്ക് ഒരു ഭംഗി കിട്ടിയേനെ. ആ പാലം എത്ര സെറ്റപ്പായിട്ടാണ് പണിതിരിക്കുന്നത് നോക്കി. പുഴയിൽ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു ഇവിടെയൊക്കെ കാണാനേ. വെള്ളം തീർത്ത് കുറവാണ്. ഈ ഭാഗത്തോട്ടൊന്നും അങ്ങനെ മഴയൊന്നും പെയ്തില്ല. ചില ഭാഗങ്ങളിലൊക്കെ മഴ പെയ്യുന്നുണ്ടേ. ഇവിടങ്ങളിൽ അങ്ങനെ മഴ വന്നിട്ടില്ല എന്ന് തോന്നുന്നു.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മ്ലാമല വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒരു ഹൈപ്പൊക്കെ ചെയ്യുക കേട്ടോ. ഭംഗിയുള്ള മറ്റൊരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാവേ.